ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ എന്തെങ്കിലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞാനിങ്ങനെ വെറുതെ മുറ്റത്തെല്ലാം ഇറങ്ങിയപ്പോൾ നല്ല വെയിലും കാര്യമെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ഈ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാട്ടോ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഈ ഒരു സാധനം അധിക വീടുകളിലും ഞാനിത് കണ്ട് ഈ ഒരു സാധനം. അപ്പോൾ ഇത് കീയാർന്നില്ലാന്ന് കേട്ടാ. ഞാൻ വിചാരിച്ച് ഇതിൽ നിന്ന് പറിച്ചിട്ട് ജ്യൂസ് അടിക്കാം. ഞാനിത് പൊതുവേ കുടിക്കാറുണ്ട്, പാലിലോ വെള്ളത്തിലടിച്ച് നമുക്ക് കുടിക്കാം. ഞാനിത് പാലടിച്ചിട്ട് കുടിക്കാറുള്ളതാണ്. പിന്നെ ഇത് അടിക്കുമ്പോൾ നമ്മൾ ഷുഗറും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാതിരിക്കുക, പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും പോകും. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ പറിച്ചെടുക്കാമെന്ന് കേട്ടാ. എന്നാലും ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു പ്ലാന്റാണിത്. നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ, ലിവർ ഫാറ്റ്, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, മൂത്രത്തിക്കല്ല്, ഒരുപാട് ഗുണങ്ങളുള്ളൊരു പ്ലാന്റാണ്. പിന്നെ നമ്മുടെ മുടിക്കായാലും ഒരുപാട് ഗുണങ്ങളുണ്ട്. താരം കുറയ്ക്കാൻ, മുടി കൊഴിച്ചൽ മാറ്റാൻ, മുടിക്ക് കറുപ്പ് കിട്ടാൻ, തഴച്ച് വളരാനും എല്ലാം ഭയങ്കര ഗുണമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇവിടെ എല്ലായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വീടിൻ്റെ പറമ്പ് മൊത്തം ഈ ഒരു ചെടിയുണ്ട് അവിടെ ഇവിടെ. ഞാൻ 2 ദിവസം മുമ്പ് ഇത് പുല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊരിച്ച് കളയാൻ വേണ്ടി കീണത്. അപ്പോഴാണ് പുല്ലല്ല ഇതാന്ന് മനസ്സിലാക്കിയത്. ഞാനത് പൊരിച്ച് കളയാനൊന്നും നിന്നിട്ടില്ല. നല്ല സാധനമല്ലേ. ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിട്ട് ഇത് കിയാർ നെല്ലി തന്നെയാണോ ഇനി വേറെ ഏതെങ്കിലും പ്ലാന്റ് ആണോ എന്നുള്ള വിചാരിച്ച് ഞാനങ്ങനെ ഗൂഗിളെല്ലാം വെച്ച് സ്കാനെല്ലാം ചെയ്തിട്ടാണ് ഞാനിത് ഉറപ്പിച്ചിട്ടുണ്ടായിട്ടാ. കുറേ ഉണ്ട്, ഒരുപാട് ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലായിട്ട് ഒരുപാടായിട്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തുളസിയും പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് ഇതല്ലാണ്ട് നല്ല ആവി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് പിടിച്ച് ആവി പിടിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസമാണല്ലോ. അപ്പം ഇതും കൃഷ്ണ തുളസിയും എല്ലാം പഠിക്കുന്നുണ്ട്. ഇതെന്തോ കരിന്തുളസി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇപ്പം തുളസി ആയാലും എന്തായാലും ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ വളർന്നിട്ടാണുള്ളത്. പിന്നെ നമ്മളത് കൊത്തിച്ചാടാനും പൊരിക്കാനൊന്നും പോയിട്ടില്ല, കാരണം ഇങ്ങനത്തെ എല്ലാം നല്ല ചെടികളല്ലേ. പിന്നെ അങ്ങനെ വൃത്തികേടായാലും പറിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. ഇതിപ്പം കരിന്തുളസിയാന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൃഷ്ണ തുളസി ഞാൻ പറിച്ചത്. ഇത് പിന്നെ കൃഷ്ണ തുളസി ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ നമ്മളിതിനിവിടെ കൃഷ്ണ തുളസി എന്നാണ് പറയല്. പക്ഷെ ഞാൻ എപ്പോഴോ ആരതോ വീഡിയോയിൽ കൃഷ്ണ തുളസി എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഒരു തുളസി കാണിക്കുന്ന കണ്ടു. പക്ഷെ ഇതിനിപ്പോൾ നമ്മളിങ്ങനെ പറയും, രണ്ടും കൂടി പിടിച്ചാൽ നല്ല ഒരു ആശ്വാസമാണ് ആവി പിടിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും പറിച്ചെടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഇത് പറിച്ച് ഞാനൊന്ന് ജ്യൂസ് അടിക്കുകയും ചെയ്ത്, മറ്റേത് ആവി പിടിക്കുകയും ചെയ്ത്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ആ വീഡിയോ ഒന്നും എന്നെക്കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ വൈകുന്നേരമെല്ലാം ആയാലോ ഞാൻ കുറേ നാളായി ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ കുറച്ച് കൊപ്പര പോലെ ആയ വെള്ളയില്ലാത്ത തേങ്ങയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തേങ്ങ വെച്ചിട്ടാണ്, നല്ല പച്ച തേങ്ങ കൊണ്ട് ഇതാക്കിയ ശരിയാവില്ല. അപ്പോൾ ആ ഒരു തേങ്ങയാണ് ഇതിനെടുക്കുകയും ചെയ്യുക. അങ്ങനെ അത് ഞാൻ അതിന് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം ഞാൻ കൊത്തി വൃത്തിയാക്കി അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ ഏകദേശം 10 തേങ്ങ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരുപാടുണ്ടായിന്. അപ്പം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മെനക്കെട്ട് ഞാൻ ഇത് ഉണ്ടാക്കി. അത് മെനക്കേട് അധികമായി ഞാൻ ചിന്തിച്ചു ഇതിലും നല്ലതൊരു ബോട്ടിൽ പുറത്തുനിന്ന് വാങ്ങുന്നത്. ഇത്രയും ഞാൻ മെനക്കെട്ട്. കാരണം നമ്മളിപ്പോൾ ഞാൻ ചിലരുടെ വീഡിയോ ഒക്കെ കണ്ടു ഇതിന് ശേഷം. അപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ ഒരു 4 തേങ്ങയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര ഇതുണ്ടാവില്ല. ഞാനിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി കുറച്ചാണ്. എനിക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഞാൻ നേരിട്ട് കാണുന്ന അത്ര എനിക്കിത് വീഡിയോയിൽ തോന്നുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ലോണം ഉണ്ടായിന്, നല്ല മെനക്കേടും ഉണ്ടായി. ഞാൻ ആകെ ക്ഷീണിച്ച് അവശനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൊത്തുമ്പ് ഇതാക്കുമ്പോൾ കുറച്ച് മണ്ണും പൊടിയെല്ലാം ഉണ്ടായതുകൊണ്ട് ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ടായിന്. എല്ലാം കട്ട് ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തിന്. പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളത്. ഞാനിത് ഒരുപാട് മാസങ്ങളായി ഇത് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. പിന്നെ ഇന്നാണ് അതിൻ്റെ സമയം കിട്ടിയത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളത്. നമ്മുടെ കുഞ്ഞു മക്കൾക്കാണിത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ. ഇതാ ഞാൻ അതിൻ്റെ പാലെല്ലാം പിഴിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ വീഡിയോ ഒന്നും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ
പിടിച്ചു തരാനും ആരുമില്ല, പിന്നെ സ്റ്റാൻഡും കാര്യം ഒന്നുമില്ല, പിന്നെ ഈ പണീൻ്റെ അടുക്കണക്കൊന്നും തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഒന്നും എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തേങ്ങ നമ്മൾ ചൂട് വെള്ളത്തിലിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തിട്ടുണ്ടായിന്. ചില ആൾക്കാർ 1-ാം പാൽ മാത്രമേ എടുക്കൂ, പിന്നെ ഞാൻ 2-ാം പാലും എടുത്തിട്ടുണ്ടായിന്. കാരണം നമ്മൾ കൈവച്ച് പീനെടുക്കുന്നതല്ലേ, അപ്പോൾ അതിന് കിട്ടുന്നതിലൊരു പരിധിയുണ്ട്. ഇപ്പോൾ തുണിയൊക്കെ ആണെങ്കിൽ ഒരുപാട് എടുക്കാൻ വേണ്ടി കഴിയും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ 2-ാം പാലും എടുത്തിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഇതിലെ പാലെടുക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, എന്നാൽ കുറച്ചധികം പാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പാലെല്ലാം എടുത്ത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് വെള്ളം വേറെ ഇതിൻ്റെ പാല് വേറെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം അങ്ങനെ ആയിട്ടുണ്ടായിന്. അപ്പം അത് പിറ്റേ ദിവസം ആയപ്പോൾ ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ പാല് വേറെ ഇത് വേറെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ സൈഡിലൊക്കെ ഉള്ളത് മൊത്തമായിട്ട് അതിലേക്ക് ഇടട്ടെ. നമ്മൾ ആ വെള്ളം അങ്ങനെ വെച്ച് നമ്മൾ തിളപ്പിക്കുന്നതിനേക്കാളും ഈ പാല് വേറെ വെള്ളം സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് ഗ്യാസും ലാഭിക്കാം, എന്ന് വെച്ചാൽ ടൈമും ലാഭിക്കാം. ഗ്യാസ് മാത്രമല്ല, ഇപ്പോൾ അടുപ്പത്ത് ചെയ്യുന്നവരുണ്ടാകും. പൊതുവേ ഇതിപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഇത് ചെയ്യൽ. പിന്നെ ഇപ്പോഴാണ് അതിനൊന്നും ടൈമും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഗ്യാസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്യാസ് എന്നല്ല, നമ്മളെ ടൈം ഒരുപാട് നമുക്ക് ലാഭിച്ചിട്ടാണ്. അതൊരു 3 മണിക്കൂറെല്ലാം എടുക്കുന്നത് നമുക്ക് 1 മണിക്കൂർ കൊണ്ടുള്ള നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. നല്ല ക്രീമി ആയിട്ടുണ്ടായിന്. ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ലൊരു വെണ്ണ പോലെ ഉണ്ടായിന് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പം എനിക്കൊന്നും ഒരു 10 തേങ്ങ അങ്ങനെ ഉണ്ടാവും. എനിക്ക് ഇത്ര പാലാന്ന് കേട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമും അല്ല ലോ ഫ്ലെയിമും അല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായിട്ട് ഇതിനെ എല്ലാം ഉടച്ചിട്ട് ഗ്യാസിൽ വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ അല്ലി വരുന്നുണ്ട്. ഇനി ഇത് വറ്റിച്ചെടുക്കലാണ് ഇതിൻ്റെ ഇത് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, പിന്നെ നന്നായി ലോ ആക്കണ്ടേ. ഏകദേശം മീഡിയത്തിൽ വെച്ച് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. അന്നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് അടിക്ക് പിടിക്കുന്നൊന്നുമില്ല. നമ്മൾ ഈ അടി കട്ടിയുള്ള പാത്രം എടുത്താൽ നമുക്കങ്ങനെ അടിക്ക് പിടിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ അടിക്ക് പിടിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊന്ന് ഇളക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. നല്ല എന്താ പറയുക, കുറച്ച് തിക്കായിട്ടൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അങ്ങനെ നല്ലോണം ഇളക്കി കുറച്ചിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടില്ല, എണ്ണ തെളിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ആവിയുണ്ട് കണ്ടില്ല. ഇതിപ്പോൾ ഏകദേശം എണ്ണ തെളിയാൻ വേണ്ടി തുടങ്ങി. ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചിട്ട് ഒരുപാട് കിട്ടുമായിരിക്കും, പക്ഷെ ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അത്ര ഒന്നും ഉണ്ടായില്ല. മൊത്തം വറ്റി വന്ന് ഏകദേശം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. ഈ ഒരു ടൈമിൽ ഇങ്ങനെ കുറുകി വന്ന ടൈമിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അടി ചെറുങ്ങനെല്ലാം പിടിച്ച് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ പണിയൊന്നും ഇല്ല, നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എനിക്ക് ഏകദേശം 1 അവറോളം എടുത്ത് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു 1 അവറോളം എടുത്ത് ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലോണം ഇത് പിന്നെ ഈ ഒരു സ്റ്റേജിലാവുമ്പോഴത്തേക്ക് നന്നായിട്ട് എണ്ണ തെറിക്കുന്നുണ്ടായിന് കേട്ടോ, പൊട്ടിത്തെറിക്കുന്നുണ്ടായിന്. അരിയത്തൊന്നും നിൽക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല, അത്രയും തെറിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നു. കണ്ടാ ഇതിപ്പോൾ തന്നെ എണ്ണ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതെന്തോ ചളിപ്പരുവം അങ്ങനെ എന്തോ പറയും ഈ ഒരു സ്റ്റേജിൽ, കറക്റ്റ് അറിയില്ല. ഇനി ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ എന്താ പറയുക, പൂവിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ ഇതാവും. അപ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പൊട്ടൽ കുറച്ചൊന്നും നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഭയങ്കര പൊട്ടിത്തെറിയാണ് കേട്ടോ. പൊട്ടിത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഇതിൻ്റെ അരിയത്തേക്ക് കൊണ്ടുവരാതിരിക്കുന്നത് നല്ലത് കേട്ടോ. നന്നായിട്ട് അത് എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ഇളക്കി കുറുക്കി നമ്മളിതാ ഈ ഒരു പരുവം ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ എണ്ണ റെഡിയായി. കണ്ടില്ലേ, നമ്മുടെ എണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു മണത്തിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ഇങ്ങനെ നമ്മളെ ഈ ഒരു പൂയെല്ലാം തൊടുമ്പോൾ ആ ഒരു സൗണ്ടില്ലേ, ഒരു നട്ടുള്ള ആ ഒരു സൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. തൊടുമ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയിക്കഴിഞ്ഞാൽ ആ ഒരു നമ്മളെ ഒരു സൗണ്ട് വരത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ടാകട്ടെ. ഇനി ഇത് പണിയൊന്നുമില്ല, ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാം. നമ്മളധികം നമ്മളെ ഗ്ലാസ് ജാറിൽ തന്നെ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ.
അങ്ങനെ ആകുമ്പം കുറച്ച് ദിവസങ്ങളെത്തും. പിന്നെ ഇത് കാറിലോ മണോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേഗം തീർന്നല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പം എനിക്ക് ഇത്ര എണ്ണയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. ഞാൻ പിന്നെ ഈ ബോട്ടിലേക്ക് മാറ്റുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഒന്നുമില്ല, ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കത് ഒരു ബോട്ടിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പം ഗ്ലാസ് ജാറായാലും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു എണ്ണയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര മേനക്കെട്ടിട്ട് ആൾക്കാർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജനിച്ചപ്പാടുള്ള ന്യൂ ബോൺ ബേബീസിന്, ഇപ്പം ന്യൂ ബോൺ എന്നല്ല, എല്ലാ വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഗുണമുള്ളൊരു സാധനമാണ്. നമ്മൾ ഈ കാച്ച വെളിച്ചെണ്ണ ഒക്കെ തേക്കില്ല, അതിനെക്കാട്ടി എത്രയോ മടങ്ങ് ഇതാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണക്കുള്ളത്. നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ താരൻ, അകാല നിര, മുടി കറുപ്പ് കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളതാണ്. മുടി തഴച്ച് വളരാൻ, മറ്റെന്ത് നമ്മുടെ കയ്യിലൊരു പൊള്ളൽ വന്നിട്ട് ആ ഒരു മുറിവ് ഉണങ്ങാൻ വരെ നമുക്കിത് ഉപയോഗിക്കാം. അത്രയും എന്താ പറയുക ഗുണമുള്ളൊരു സാധനമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇത് 100% ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട്. ആർക്കെങ്കിലും ഈ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കാൻ ഞാൻ അവർക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ തരുന്നതായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിണ്ടി ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് വരച്ചിട്ട് വരുന്ന സാധനം, നമുക്ക് നല്ലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഈ സ്ക്രബിൽ തന്നെ നല്ല ഇതിലേക്കൊരു എണ്ണമയം ഉണ്ടാവും. അപ്പം നല്ല ഒരു മുഖത്ത് ആയാലും നമ്മുടെ ശരീരം മൊത്തമായി കഴിഞ്ഞാൽ നല്ലൊരു മസാജോട് കൂടി നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ സാധനമാണ്. അത് ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ അവർക്ക് നമ്പർ അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.